പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ വർഷത്തിൻ്റെ 5-ാം മാസത്തിലെ 1-ാമത്തെ വിശുദ്ധ ദിനം ഈ ഞായറാഴ്ച ജീവജല വാഗ്ദത്ത വചനമായി നമുക്കൊന്നിച്ച് ആയിരിക്കാൻ, ദൈവിക സന്ദേശം പ്രാപിക്കുവാൻ കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജീവജലത്തിന്റെ പ്രേക്ഷകർക്ക് സർവശക്തനായ ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 37 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ രോഗത്തെയും വ്യാധികളെയും ഇല്ലാതാക്കുവാനുമുള്ള അധികാരം നൽകി കർത്താവ് ആഗ്രഹിച്ച ശുശ്രൂഷയ്ക്കായി അവരെ നിയോഗിക്കുകയാണ്. അവർ എങ്ങനെ ആയിരിക്കണം, എവിടെ പോകണം, എവിടെ പാർക്കണം, എന്ത് ചെയ്യണം, എന്താണ് അവരുടെ നിയോഗം, അവരെ സ്വീകരിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം, എന്താണ് അവരുടെ ദൗത്യം, കർത്താവ് അവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും അവരോട് ഉപദേശിച്ച് തൻ്റെ വേലയ്ക്കായി അധികാരം നൽകി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വന്ന് 37-ാം വാക്യത്തിൽ ഈ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ച് നിയോഗിക്കപ്പെട്ട തൻ്റെ അരുമ ശിഷ്യന്മാരായ 12 പേരോട് പറയുകയാണ്: എന്നേക്കാൾ ഉപരിയായി അപ്പനെയോ അമ്മയോ പ്രിയപ്പെട്ടാൽ എൻ്റെ ഈ വേലയ്ക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികമായി മകനെയോ മകളെയോ ആണ് പ്രിയപ്പെടുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി ഈ വേലയ്ക്ക് യോഗ്യനല്ല. ഇതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളോളം പ്രിയപ്പെട്ടവർ നമുക്ക് വേറെ ആരുമില്ല. എത്ര പ്രായമുണ്ടെങ്കിലും എത്ര ക്ഷീണാവസ്ഥയിലാണെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം മാതാപിതാക്കൾ ജീവനോട് തന്നെ ഇരിക്കണമെന്നാണ്. അപ്പോൾ മാതാപിതാക്കൾ നമുക്ക് എത്രത്തോളം പ്രിയമുള്ളവരാണ്, അവരുടെ പ്രാർത്ഥന, അവരുടെ ജീവിതം, അവർക്ക് തങ്ങളുടെ മക്കളോടുള്ള കരുതൽ എത്ര ഉന്നതമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കർത്താവിനേക്കാൾ ഉപരിയായി മാതാപിതാക്കൾക്ക് സ്ഥാനം കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യമാണ് അവരവരുടെ മക്കൾ, അത് ആൺമക്കളോ പെൺമക്കളോ ആവട്ടെ, അവരെ കർത്താവിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുവാൻ പാടില്ല. ചുരുക്കത്തിൽ ഈ വാക്യത്തെ നമുക്കിങ്ങനെ അപഗ്രഥിക്കാം: ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും വിലയേറിയത് അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ. എന്നാൽ കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ ലോകപ്രകാരം ഏറ്റവും വിലയുള്ളത് എന്ന് നാം ഉൾക്കൊള്ളുന്ന അപ്പനോ അമ്മയോ കർത്താവിന്റെ സ്ഥാനത്തിന് താഴെയായിരിക്കണം.
നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ കർത്താവിന്റെ സ്ഥാനത്തിന് താഴെയായിരിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവിനേക്കാൾ ഉപരിയായി ഒന്നിനെയും സ്നേഹിക്കുവാൻ, പ്രിയപ്പെടുവാൻ പാടില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി എന്താണ്? ഈ നിലയിൽ അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ നിങ്ങൾ പ്രിയപ്പെട്ടാൽ ഈ വേലയ്ക്ക് നിങ്ങൾ യോഗ്യരല്ല. മെയ് മാസം 1-ാമത്തെ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, എന്റെ സഹോദരി സഹോദരങ്ങളെ, അവരവർ ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ മുൻസ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്കാണോ മുൻസ്ഥാനം? പ്രിയ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്കാണോ മുൻസ്ഥാനം? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ അതോ കർത്താവിനോ ഏതിനാണ് മുൻസ്ഥാനം? ചിലർക്ക് ഇവർ രണ്ടുപേരുമല്ല. കുടുംബമഹിമ, ജോലിയുടെ സ്റ്റാറ്റസ്, സമ്പത്ത്, സൗന്ദര്യം, സഭ, മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, അങ്ങനെ നീണ്ടുപോകുന്നു ലിസ്റ്റുകൾ. എന്നാൽ കർത്താവിനേക്കാൾ ഉപരിയായി എന്തിനെങ്കിലും ഏതിനെങ്കിലും ആർക്കെങ്കിലും ഞാൻ നിങ്ങളും സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, പ്രിയപ്പെടുന്നുവെങ്കിൽ, ഈ വിശുദ്ധ ദിനം രാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തെറ്റ് മനസ്സിലാക്കുക, കുറവ് സമ്മതിക്കുക, വന്ന അപാകത തിരുത്തുക. കർത്താവേ, ഞാൻ എല്ലാരെക്കാട്ടിലും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിനോട് യേശു അവന്റെ പിതാവിന്റെ പേര് ചൊല്ലി വിളിച്ച് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നോ? ഈ ഗലീല കടപ്പുറത്തിനേക്കാൾ, ഈ പടകിനേക്കാൾ, ഈ വലയേക്കാൾ, നീ പിടിച്ചു കൂട്ടാൻ പോകുന്ന മീനിനേക്കാൾ ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. നീയാണ് ബാക്കിയുള്ള ശിഷ്യന്മാരെ കൂടെ വിളിച്ച് പഴയ പണിക്ക് മീൻപിടുത്തത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിന്റെ ഈ മീൻപിടുത്തത്തെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഞായറാഴ്ച അതിരാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും പേര് ചൊല്ലി വിളിച്ചു ചോദിക്കുകയാ. ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ നീ മുൻസ്ഥാനം കൊടുത്തിരിക്കുന്ന നിന്റെ പണത്തേക്കാൾ, ജോലിയേക്കാൾ, സഭ സ്ഥാനമാനങ്ങളെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ പേരൻസിനേക്കാൾ, സൗന്ദര്യേക്കാൾ, പേരിനും പ്രശസ്തിയേക്കാൾ, കുടുംബ മഹിമയേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ വിശുദ്ധ ദിനം ദൈവാലയത്തിൽ ആരാധനയ്ക്കും വിശുദ്ധ സംസർഗം കർത്തൃമേശ കൈക്കൊള്ളുവാനും ഒരുങ്ങി തയ്യാറോടെ നിൽക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ സത്യസന്ധമായി എന്തുത്തരം ഈ ചോദ്യത്തിന് കൊടുക്കും? മൂന്നാമത്തെ ചോദ്യത്തിൽ പത്രോസിന് മറുപടിയില്ലാതെ, കർത്താവേ, അവിടുന്ന് സകലവും അറിയുന്നു. കുറവ് സമ്മതിക്ക്, ഏറ്റുപറ. നമ്മൾ കൂട്ടായ്മ കൂടുമ്പോഴും ആരാധനയ്ക്കിരിക്കുമ്പോഴും സാക്ഷി പറയുമ്പോഴും ഒക്കെ പറയും, എന്റെ കർത്താവാണ് എനിക്ക് വലിയത്. പക്ഷേ
ആത്മാർത്ഥമായി പറഞ്ഞാൽ കർത്താവല്ല. നമുക്ക് മറ്റ് പലരും പലതുമാണ്. അത് മാറണം. യേശുവിന് മുൻസ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് കർത്താവ് എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ ഞാനും നിങ്ങളും യോഗ്യതയുള്ളവരായി കാണുമോ? നമ്മൾ ആ അധ്യായം 10-ാം അധ്യായം 38-39 ബാക്കി വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ മകനെയും മകളെയും അപ്പനെയും അമ്മയും അധികം സ്നേഹിക്കാതെ കർത്താവിനെ അധികമായി സ്നേഹിച്ച് മുൻസ്ഥാനം കൊടുത്ത് ഇറങ്ങി തിരിച്ചാൽ അവരെ തമ്പുരാൻ എങ്ങനെ പരിപാലിക്കുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ചിന്ത അതല്ലേ? എങ്ങനെ മുൻപോട്ട് പോകും? ആര് നടത്തും? അതിനുള്ള മറുപടി ബാക്കി വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന ദൈവവൈതലേ, എല്ലാറ്റിനേക്കാളും ഉപരിയായി കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. ദൈവവചനത്തിന് മുൻസ്ഥാനം കൊടുക്കാം. കർത്താവിന്റെ പിന്നാലെ യാത്ര തുടരാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ നാം സേവിച്ച് മാനിച്ച് അനുഗമിക്കുമ്പോൾ സകല അനുഗ്രഹങ്ങളും നമ്മുടെ പിന്നാലെ വരുമെന്ന് 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. ആ നിലയിൽ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ വിശുദ്ധ ദിനം കർത്താവിന് വേണ്ട സ്ഥാനം കൊടുത്ത് കർത്താവിനെ വേണ്ടവണ്ണം സ്വീകരിച്ച് മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ കർത്താവിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ ഉടയവരും പരിപാലകരുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 5-ാം മാസത്തിന്റെ 1-ാമത്തെ വിശുദ്ധ ദിനത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ശിഷ്യന്മാരെ വിളിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൗത്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു ഏൽപ്പിച്ച് അവർക്ക് ശക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും നൽകി അങ്ങയുടെ വേലയ്ക്കായിട്ട് അയക്കുന്നത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. കർത്താവിനെ അനുഗമിക്കുന്നവർ, കർത്താവിനെ പിൻപറ്റുന്നവർ കർത്താവിന് മുൻസ്ഥാനം കൊടുക്കണമെന്നും ഈ ലോകത്തിൽ ഏറ്റവും പ്രിയമായത് കർത്താവിന് വേണ്ടി ഒഴിവാക്കണമെന്നും ഇന്നത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ, കുറവുകൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം മൂലം ഇടയാക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതം ദൈവത്തിനും മനുഷ്യനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരണം. അതിന് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഈ വിശുദ്ധ ദിനം നമുക്ക് ലഭിക്കപ്പെട്ട വചനം ഒരിക്കലും അഗണ്യമായി എടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ യേശുവിന് മാത്രമായിരിക്കണം. അപ്പനെയോ അമ്മയെയോ മക്കളെയോ സ്നേഹിക്കണ്ട എന്നല്ല വചനം പറഞ്ഞത്. പക്ഷേ ഒന്നാം സ്ഥാനം കർത്താവിനായിരിക്കണം. അതുകൊണ്ട് അവരവരെ ശോധന ചെയ്യുക. കർത്താവിനെക്കാട്ടിൽ ഉപരിയായി ഏതിനെങ്കിലും എന്തിനെങ്കിലും ആർക്കെങ്കിലും നാം സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുകളിലായി കർത്താവിനെ പ്രതിഷ്ഠിക്കുക. അങ്ങനെ കർത്താവിൽ നിന്നും പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ രുചിച്ചറിയുവാൻ, അങ്ങനെ അനേകർ യേശുവിനെ അറിയുവാൻ, നന്മ പ്രാപിപ്പാൻ ഈ വിശുദ്ധ ദിനം ഇടയാകട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ ചിന്തകൾ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യട്ടെ.
കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.